ഒരു ദിവസം ദേവ്ജിയുടെ കാറിൽ ഉണ്ണി മുകുന്ദൻ കയറും. തന്ത ഓടിക്കുന്ന വണ്ടിയിൽ ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്. വണ്ടി നിന്നാൽ ഈ ബോംബ് പൊട്ടും. ഇത്രയും പറഞ്ഞിട്ട് ഉണ്ണി മുകുന്ദൻ ആ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടും. വണ്ടി നിന്നാലല്ലേ ബോംബ് പൊട്ടുള്ളൂ. അപ്പൊ ദേവ്ജിക്ക് വേണമെങ്കിൽ ഈ കാറിൽ നിന്ന് ഇതുപോലെ ചാടി രക്ഷപ്പെടാം. പക്ഷെ അതിനുള്ള ബുദ്ധി ദേവ്ജിക്കില്ലല്ലോ. ദേവ്ജിക്ക് ചാവാനുള്ള ബുദ്ധിയല്ലേ അറിയൂ. അപ്പോൾ ഏതോ ഒരു പെണ്ണുമ്പുള്ള ലിഫ്റ്റ് ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്റെ പൊന്ന് ദേവ്ജി, ആ വണ്ടിയിൽ നിന്ന് എടുത്തൊന്ന് ചാട്. കയ്യും കാലും അല്ലേ ഓടിയത്തുള്ളൂ, ജീവൻ തിരിച്ചു കിട്ടിയില്ലേ. ദേവ്ജിയുടെ വണ്ടി പല സാധനങ്ങളിൽ കയറി ഇറങ്ങി വണ്ടി നല്ല സ്ലോ ആവുന്നുണ്ട്. ദേവ്ജിയുടെ വണ്ടി പോലീസ് തടയുന്നുണ്ട്. അവരോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ദേവ്ജി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ലാസ്റ്റ് ഈ പോലീസുകാർ ദേവ്ജിയുടെ വണ്ടിയുടെ ടയറിന് വെടിവെക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി എന്തായാലും നല്ല സ്ലോ ആവും. അപ്പോഴെങ്കിലും ദേവ്ജിക്ക് നിന്ന് ചാടി രക്ഷപ്പെടാമായിരുന്നു, ചെയ്തില്ല. എന്നിട്ട് ദേവ്ജിയുടെ വണ്ടി ഒരു സാധനത്തിൽ പോയി ഇടിച്ച് നിൽക്കുന്നുണ്ട്. നിന്നാൽ അപ്പോഴേ പൊട്ടുമെന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. പക്ഷേ പൊട്ടിയില്ല. എന്റെ പൊന്ന് ദേവ്ജി, ഇനിയെങ്കിലും ഇറങ്ങി ഓട്, വണ്ടി നിന്നില്ലേ. ആ വണ്ടി നിന്നത് ബോംബ് അറിഞ്ഞിട്ടില്ല, ദേവ്ജി അറിഞ്ഞിട്ടില്ല. അവസാനം സഹിയായിട്ട് ബോംബ് അവിടെ ഇരുന്ന് പൊട്ടി ദേവ്ജി മരിക്കുകയാണ്. ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ദേവ്ജി മരിക്കാൻ ദേവ്ജി തന്നെ തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് ആർക്കും ദേവ്ജിയെ രക്ഷിക്കാൻ കഴിയില്ല.